മൊത്തത്തിൽ എത്ര റൂമാണ്? ഈ ഫ്ലോറില് 3 റൂം, 3 റൂം. ഇതിന്റെ മുകളിലത്തെ ഫ്ലോറിൽ 3 റൂം, പിന്നെ അതിന്റെ മുകളിൽ ഒരു ഓപ്പൺ ബെഡ്റൂം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മൊത്തം 7 റൂമുണ്ട്. ഇത് ഞാൻ ഈ വീട് മൊത്തം കണ്ടുവരുമ്പോഴത്തേനും ഇന്നത്തെ ദിവസം തന്നെ കഴിയും. ഇനിയിപ്പോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് പോയി ആ മെയിൻ പൂൾ ഏരിയയുടെ കാണാം. ഇതാണ് ഗൈസ് നമ്മുടെ പൂൾ. ഇതെങ്ങനെ ഇതിനുള്ള എല്ലാ വീടിനെ ഇതിന്റെ ഉള്ളിൽ എല്ലാ അത് എവിടെ നിന്ന് വന്നു? അതെന്താണെന്നറിയോ, ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബോക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈയിടെ അവര് വന്ന് ക്ലീൻ ചെയ്തപ്പോ എനിക്ക് തോന്നുന്നു അവര് എടുക്കാൻ മറന്നു പോയതാണ്. ഇത് എവിടെ ഇറങ്ങുതിലേക്ക് അത് കണ്ടോ, ഇത് പോള് പോലെ കൊടുത്തിരിക്കുന്നത്. അതിനകത്തൊരു ഡോറുണ്ട്. ഇത് ഡോറാ? അതെ, ഡോറാ. അത് കൂടെ ആ ഡോർ തുറക്കുമ്പോ ആ സ്റ്റെപ്പ് വഴി താഴേക്ക് ഇറങ്ങും. അതൊരു ബേബി പൂള് പോലെ. ഓ, അവിടെയും പിന്നെ ഇവിടെ. ഇത് എത്ര ആളുണ്ട്? 5 feet ഉണ്ടെന്ന്. ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ മുങ്ങിപ്പോന്നു. ബേബി പൂൾ ഉണ്ട്. ബേബി പൂൾ ഉണ്ട് എനിക്ക്. ഇതെന്ത് സംഭവം? ഞാൻ വന്നപ്പോ കണ്ടല്ലോ ഇത് 2 അവിടെ വെച്ചേക്കുന്നത്. അതൊരു ഫോൺ സ്റ്റാൻഡ് പോലെ. ഇപ്പൊ നമ്മളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ നമുക്ക് കയ്യിൽ എന്തെങ്കിലും ഉണ്ട്. ഓ, അതിന് വേണ്ടിട്ടല്ലേ? ഫ്ലവർ വേസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. വേറെ എന്തെങ്കിലും കോൺസെപ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്കറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നതാണ്. ഞങ്ങള് പക്ഷെ അങ്ങനെ ഉപയോഗിക്കാറ്. ഞങ്ങളെ ചിലപ്പോ കാലൊക്കെ കയറ്റി വെക്കുന്നത്. കാലം കയറ്റി വെക്കില്ല. അടുത്തത് ഇതാണ് ഒരു ഹൈലൈറ്റ് ഉണ്ട് കേട്ടോ വീട്ടില്. തിയേറ്റർ. അടിപൊളി സെറ്റപ്പ് ആണല്ലോ. അത് സീലിംഗ് ഒക്കെ നോക്കുക. സീലിംഗ് എല്ലാം മമ്മൂക്ക പറയണ പോലെയാണോ? മമ്മൂക്കയുടെ വീട്ടില് റിലീസായ പടം അന്ന് കാണാൻ പറ്റും, അതേപോലെ കാണാൻ പറ്റും ഇവിടെ? അതൊന്നുമില്ല, പക്ഷെ അവര് തന്നെ ചെയ്തത്. ആണോ? അവർ ചെയ്ത ആൾക്കാർ രാജേഷ് തന്നെ ചെയ്തത്. അടിപൊളി അടിപൊളി. ഇതിപ്പോ എത്ര കുറെ അത്യാവശ്യം പേർക്ക് 13 സീറ്റ്സാ. സിനിമയോട് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അതുകൊണ്ട് എന്നിട്ട് ഇവിടെ വന്നിട്ട് എത്ര പടങ്ങൾ കണ്ടു? ഇപ്പൊ ഇവിടെ സമയം കിട്ടില്ല വീട്ടിൽ. കണ്ടിട്ടില്ല. ഞാൻ ഇന്നലെ വന്നേ. അത് പിന്നെ വെറുതെ ഒരു പൂളിന്റെ പമ്പ് റൂമാണ് അതിന്റെ താഴെ റൈറ്റില്. പിന്നെ അപ്പുറത്തൊരു നമ്മളിപ്പോ പൂളിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്ന് കുളിക്കണം എന്ന് തോന്നിയാൽ അവിടെ പോയി ഷവർ ഏരിയ ഒക്കെ ഉണ്ട്. അതിപ്പോ ഇവിടെ കുളിക്കുക. ഇനി വേറെ ഒന്നുകൂടെ കുളിക്കണം എന്ന് തോന്നിയാൽ വെള്ളമില്ലേ? അവിടെ മറ്റൊരു കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് ചുമ്മാ അങ്ങനെ ഒരു ഏരിയ അല്ലേ? പിന്നെ അമ്മച്ചിക്ക് ഇച്ചിരി മറ്റേ എണ്ണയൊക്കെ തേച്ച് ഇരിക്കാം. അമ്മച്ചി പ്രായമുണ്ടല്ലോ, കുഴമ്പൊക്കെ തേച്ച്. അതുകൊണ്ട് അവിടെ ഒരു വാഷ്റൂം ഇങ്ങനെ എണ്ണൊക്കെ തേച്ച് കുഴമ്പൊക്കെ പറ്റി അവിടെ ഇരിക്കും. എന്നിട്ട് ഒന്ന് കുളിക്കും. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ചാടും. അമ്മച്ചി ഭയങ്കരമായിട്ട് ഹെൽത്ത് നോക്കുവേ. അതുകൊണ്ട് എന്നും തന്നെ കുഴമ്പൊക്കെ തേച്ച് പ്രായമായല്ലോ. പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. ഇത് 16 അല്ലേ? ഇച്ചിരി കൺജസ്റ്റഡാ, പക്ഷെ ഇച്ചിരി 2 മാറ്റണം എനിക്ക് തോന്നുന്നത്. ഏയ്, ശരിക്കും ഇത്ര അധികം ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ? പിന്നെ വീട്ടുകാർ തന്നെ ഉണ്ട്, കുറെ പേരുണ്ടല്ലേ. ഇതിനെ കറങ്ങണ സെറ്റപ്പ് അത് കറങ്ങുമല്ലോ. കറങ്ങില്ല, ഭയങ്കര പാടാ സെർവ് ചെയ്യാൻ. ശരിയാ. ഇവിടെ ഇരിക്കുന്ന ആൾക്ക് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മ പാവ ഓടി ഓടി മടക്കും. ഇതൊരു വുഡൻ ഗ്ലോബാ. ഇതും എവിടെന്നാ? ചൈനയിൽ നിന്ന് തന്നെയാണ്? ഒക്കെ ചൈന.